രണ്ടുപേര് പണിയെടുക്കുന്നു, അമ്മ എന്നെ പോലെ റെസ്റ്റ് എടുക്കുന്നു. ഒരെണ്ണം തന്നെ കുരു കളഞ്ഞോ? ചക്ക തിന്നാൻ വന്നതല്ല, ഉറക്കാൻ വന്നതല്ല. എന്താ പറക്കണ പറക്കണം. അമ്പഴം ഇത്രയും വലുതാ, നീ അറിഞ്ഞോ? പെര നിറഞ്ഞു. ഇത് അമ്പഴമല്ല, ഇതമ്പഴോ? അമ്പഴം ഇതല്ലേ? ഈ മരം അമ്പഴോ? ആ അമ്പഴം വന്നേ. അമ്പഴത്തിന്റെ ഇലയടി ഈ മരം ഏത് കാടാ ഇത്ര വലിയ മരമാകുന്നേ? കാട്ടമ്പഴോ? ഇത് ഇന്ത്യക്കൊക്കെ ചോല വെക്കുന്ന സംഭവം. അത് കൊന്നക്കമ്പ്. കൊന്നയല്ല, വേറൊരു സാധനം ഉണ്ട് ഇതുപോലത്തെ തന്നെ, കാട്ടമ്പഴം. അമ്പഴവാ, മറ്റേ വലിയ കുരുവുള്ള കാട്ടിലമ്പഴല്ലേ? ഞങ്ങളുടെ അവിടെ ഇങ്ങനത്തെ ഒരു മരം ഉണ്ട്. ചപ്പൊക്കെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് സീതത്തോടെത്തി. കരിക്ക് കുടിക്കുന്ന പരിപാടിയിലാണ്. ഇതിൽ നിന്ന് ഞങ്ങൾ കുറച്ച് കരിക്കിട്ട്, ഒരു കൊല കരിക്ക്, കുറച്ചല്ല ഒരു കൊല. ലൈറ്റ് അഴിച്ചാലോ നമുക്ക്? കണ്ണാപ്പിനെ കൂടെ വിളിക്കായിരുന്നു. അടുത്തതായി നമ്മൾ പാത്തുവിനെ കുളിപ്പിക്കും. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ചെളിയിൽ മുങ്ങി. എവിടെ നീ ഇന്ന് മുഖം ഒന്ന് കാണിച്ചു. പാത്തുവേ മോളെ, എന്നാ ബാ, ഇന്നാന്ന് പറഞ്ഞാൽ അറിയാം. ഓ ചാച്ചൻ്റെ മോളാ. ഒരെണ്ണം വെട്ടിക്കോടാ, അവൾക്ക് തിന്നാനാ. ഇതിലൊക്കെ നിറച്ചുണ്ട്, കരിക്ക് തിന്നാനാ. അതാ ഈ പുറകെ നടക്കുന്നത്. കരിക്കിനാ നിൽക്കുന്നത്. തല മാറ്റിക്കല്ലേ, ചാച്ചൻ വെട്ട് തരും, മോക്ക് തരും. ബാ, ചാച്ച ഇത് വെച്ച് കോരിത്തരും കേട്ടോ. അവിടെ പൊന്നെവിടെ, നമ്മുടെ സുത്തെവിടെ? ഈ ചെളിപ്പെണ്ണ് ഏതാ ഈ ചെളിപ്പെണ്ണ്? ഈ ലോകം മൊത്തം വായി നോക്കുന്ന പാത്തു ഏതാ? ഞാനും അത് ചിരട്ടയടി. ഉമ്മേ, മണ്ണെണ്ണ ഒരു കരിക്ക് വെട്ടിക്കൂടി. മണ്ണെണ്ണ ഇവളെ കൊണ്ടിട്ട് മുടി വെട്ടിക്കളയാൻ പോവാ, ഷോർട്ടാക്കാൻ പോവാ. ചൂടാ. നോക്കണ്ട, തെങ്ങിനി അതവിടെ നിന്നോട്ടെ. അമ്മ നല്ല തെങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വീഡിയോ ഇടാം കേട്ടോ ഈ തെങ്ങിൻ്റെ അവസ്ഥ. അമ്മ വെട്ടിത്തരും. കരിക്കുന്ന നിൽക്കുന്നു. എൻ്റെ മോൻ വന്നോ കരിക്കുന്നതിന്? അയ്യോ ഉമ്മച്ചനെ കടിക്കല്ലേ. എന്താ പറ്റിയടാ കാലയിൽ? കാലിന് ഉറങ്ങിയിട്ടുണ്ട്. വേണ്ട കരിക്ക്. മോന് തരും. ഉമ്മച്ചിരി ഇത്തിരി മാറിയിരിക്കും, അവനറിയാൻ കടി കിട്ടുമെന്ന്. എടുത്തിട്ട് വരാം. ദേണ്ട് തൊണ്ടെടുത്തിട്ട് പോയി. അവിടെ കിടന്ന് ഇനി അത് മൊത്തം അങ്ങ് ചവയ്ക്കും. എൻ്റെ കൊച്ചിന് കൊടുക്കാൻ പറ്റുമൊന്നുമില്ലേ. ഇവനെ അഴിച്ചു വിട്ടിട്ട് ഇപ്പം മേളിൽ പറമ്പിൽ പോയിട്ടൊരു മത്തങ്ങ എടുത്തുകൊണ്ടൊന്ന് തിന്നു. കൂട്ടിനൊരു മത്തങ്ങ കൈ കിട്ടി. എന്തും അവന് വേണ്ടാത്ത. ഇവ അഴിഞ്ഞ് കിടന്നോട്ടടാ. ഊരണ്ട. അതായത് എൻ്റെ ഈ ഭർത്താവ് എൻ്റെ ഭർത്താവ് സോറി എൻ്റെ ഭർത്താവ് എനിക്ക് പിറന്നാളിന് തന്ന മാലയാണിത്. ഇപ്പോൾ ഇട്ടേക്കുന്നത് എൻ്റെ ഭർത്താവെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലുള്ള എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണ ഫോട്ടോയാണ്. ഇതിൻ്റെ ബാക്കിലൊരു കാര്യം എഴുതിയിട്ടുണ്ട്. ഞാൻ അക്കത്തി പിടിച്ച് കാണിക്കാം. ഇതിൻ്റെ ബാക്കിലൊരു കാര്യം എഴുതിയിട്ടുണ്ട്.
ആരെങ്കിലും അത് ഗസ് ചെയ്താ ആൾക്കാർ സൂം ചെയ്ത് നോക്കൂടി. ഞാൻ നോക്കുമല്ലോ, അപ്പം ഞാൻ ബ്ലർ ചെയ്യും. ആരെങ്കിലും ഇതിൻ്റെ ബാക്കിലുള്ള എന്താണെന്ന് ഗസ് ചെയ്താൽ ഇതുപോലൊരെണ്ണം അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നതായിരിക്കും. ആദ്യം ഗസ് ചെയ്യുന്ന ആൾ. ഇത് പ്രൊമോഷൻ കിട്ടിയതോ പ്രൊമോഷനൊന്നുമല്ല, കാശ് കൊടുത്ത് പഠിച്ച സാധനം തന്നെ കേട്ടോ. പിന്നെ പിറന്നാൾ സമയത്ത് നമ്മുടെ ഈ പ്രഗ്നൻസിയും ടെൻഷനും കാര്യമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ ഇതൊന്നും വീഡിയോയിലൊന്നും കാണിക്കാൻ നിന്നില്ല. ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത്. പക്ഷേ ഇതിട്ടുകൊണ്ട് നടക്കുന്ന അവനാന്നേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് 1-2 തവണ ഇട്ടു. അതുകൊണ്ട് ഓൾറെഡി എൻ്റെ കഴുത്തിൽ ചരടും മാല എല്ലാം കിടക്കുമല്ലേ, ഇതെല്ലാം കൂടെ ഇടണ്ടെന്നോർത്ത് ഫോട്ടോ ഒന്ന് കാണിച്ചു തരാം. നല്ല കളർഫുള്ളായിട്ടുള്ള കമൻറ്റുകൾ ഇപ്പോൾ കേൾക്കാം. എടാ നീ മുടിയൊക്കെ വളർത്തി സുന്ദരനായെന്ന് കമൻറ്റ് വന്നിട്ടുണ്ട്. എന്ത് ഗോവയിൽ പോന്നോ? ആ എന്താ നോക്കുന്നേ? കരിക്ക് കണ്ടിട്ട് കള്ളി കരിക്ക് കണ്ടിട്ടാ പറഞ്ഞേ. പിന്നെ കയറാൻ കഴിയും. അത് തന്നെയാണോ വേറെയാണോ? അത് നാളത്തേക്ക് കൊള്ളത്തില്ല. അമ്മക്ക് ഒന്നുകൂടെ അങ്ങ് വെട്ടി കുടിക്കേ. എടാ മതി പാത്തു, അത് അവൻ തിന്നിട്ട് വെച്ചാ പാത്തു. ഡാ എവിടെ പോവാ? ഡാ അങ്ങോട്ട് പോവാന്ന് തൊണ്ടും കൊണ്ട് തേങ്ങ എടുത്തിട്ട് പോവാ അവൻ. ഉമ്മച്ചാ എടാ നിന്നെ കൂടെ പറ്റുന്നത് ചെയ്യടാ. ഉഷമ്മേ ഉമ്മച്ചനെ നോക്ക്. ഉഷമ്മയ്ക്ക് എന്തോ കൊണ്ടുവരുന്നുണ്ട് അവൻ. കൊണ്ടുവാ. വലിച്ചെടുത്തവൻ തട്ടിപ്പറിക്കും. ഉഷമ്മ അഴകാന കാർക്കൂന്തൽ കാർക്കൂന്തലൊന്നും കാണണ്ട. നോക്ക് പുള്ളി തേച്ചില്ലേ? പുള്ളി തേച്ചില്ല, ഇന്ന് തേക്കണം. ചീകി നീട്ടുവാണ്. നീട്ടുവാണ്, നീളുന്നില്ല. നീട്ടുവാണ്. ഈ മുടി ആരും കാണില്ല. അത് പിന്നെ മരുന്ന് മേടിച്ചോ? ഇല്ല, അവിടെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് കൊണ്ടുപോയതുണ്ട്. തീർന്നില്ലേ? ആ മരുന്ന് തീർന്നില്ലേ? കിളുത്തുണ്ടോ? ഒരു മാസത്തിൽ കൂടുതലായി നോക്കിയാടി. ഞാൻ അന്നേരത്തെ ഓർക്കുന്നില്ല. അമ്മ നോക്കണ്ട കേട്ടോ. വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? അതെ അതെ തോന്നില്ല. ഞാൻ അങ്ങനെ പറഞ്ഞാലൊന്നും വരത്തില്ല. വേണ്ട സ്വന്തം ഒന്ന് അഴിച്ചിട്ടൊന്ന് കാണട്ടെ. ഒന്ന് അഴിച്ചു ആന്ന് 4 മുടി തലയിലുള്ള എൻ്റെ അഹങ്കാരമാണ്. ഉച്ചിലെന്തോ അരക്കോ വെട്ടി കുടിക്കരുതോ? ഒരെണ്ണം കഴിച്ചു, ഇനി വയറ്റിൽ സ്ഥലമില്ല. എന്റെ വയറ് ഫുള്ളാണ്. വന്നിട്ട് ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറേ ഉണക്കമീൻ കൊണ്ടുവന്നു. ഇവിടെ ഉണക്കമീൻ ഭയങ്കര വില എന്ന് പറഞ്ഞാൽ ഭയങ്കര വില. നോക്കിക്ക് അയാൾ ആ മനുഷ്യൻ. നിങ്ങൾ ദയവേദി ഈ സാധനം കയ്യിലിടുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചോദിക്കണം എത്ര രൂപയാണെന്നുള്ളത്. ഹിന്ദിക്കാരനോ ഹിന്ദി അല്ലാതെ വേറെ ഏതോ ഭാഷയായിരുന്നു പുള്ളി സംസാരിച്ചുകൊണ്ടിരുന്നത്. അറിയാവുന്ന ഭാഷയിൽ ഞാൻ ചോദിച്ചു. എനിക്കറിയാവുന്ന ഭാഷ അവൻ അറിയത്തില്ല. അപ്പം മനസ്സിലായത് 50 എന്നാണ്. അപ്പം ഞാൻ ചോദിച്ചു ഫുൾ കൈ 50 ആണോ? ആന്ന് പറഞ്ഞു. ഇവൻ തരാ ഇട്ടിട്ട് ലാസ്റ്റ് എന്തോ ഭാഷയിൽ എന്നോട് പറഞ്ഞ് കൈയുടെ ഇവിടെ കൂടെ ഇട്ടില്ലേ ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഇട്ടോ ഞാൻ വെച്ചു ഒരു കൈക്ക് 50 രൂപയല്ലേന്ന്. ഇട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് 400 രൂപ, ഒരച്ഛന് 50. അന്നേരം അവന് നന്നായിട്ട് ഭാഷ വന്ന്. അതുവരെ അവൻ അറിയാത്ത ഭാഷയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നല്ല മണിയായിട്ട് ഏതോ ഭാഷയിൽ മിക്സ് ചെയ്ത മലയാളം പറഞ്ഞു. അതുകൊണ്ട് ഇടുന്നതിന് പിന്നെ വ്യക്തമായിട്ട് നോക്കണം എത്ര രൂപയാണ് ഫുൾ കൈ ഇടുന്നതിനെന്ന്. ഇത് ഒരച്ഛന് ഇത്ര രൂപയെന്നുണ്ട്. അപ്പോൾ ആരോ വേറെ രണ്ട് പറഞ്ഞു അവിടെ നിന്ന് തന്നെ ഒരച്ഛന് 20 രൂപ വെച്ചിട്ടുള്ള ഇതിലായിട്ടെന്ന്. പക്ഷേ എന്നോട് ഒരച്ഛനായിരിക്കും എന്നാൽ പറഞ്ഞ 50 രൂപയെന്ന്. അതോടുകൂടി ഞാനങ്ങ് തകർന്ന് എൻ്റെ ഉത്സവപ്പറമ്പിൽ നിന്ന് മൂടങ്ങ് പോയി. 2 കൈക്കും കൂടെ അവൻ 400 രൂപ മേടിച്ചു. എന്നിട്ട് പറയാം അപ്പം കൂടെ ഉള്ളൊരു പുള്ളിക്കാരി 80 രൂപയ്ക്ക് ചെയ്തേ ഉണ്ടായിരുന്നു ഒരു കൈ. അത് കാണിച്ചപ്പോൾ അവൻ പറയാം ഇത് ഒരാഴ്ച നിൽക്കുമെന്ന്. ഒരൊറ്റ കഴിയിൽ കണ്ടോ പോയത് സാധനം. ഇത് പോകുമെന്ന് എനിക്കറിയാമായിരുന്നു. അന്നേരം പിന്നെ ചില്ലറ ഇല്ലായിരുന്നു. ഒരു 100 രൂപ കുറച്ച് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ 500 കൊടുത്തപ്പോൾ അവൻ എനിക്കൊരു 100 രൂപ 20 രൂപ ബാക്കിയത്. അപ്പം ഞാൻ 20 രൂപ കൂടെ നീ വെച്ചോളാൻ പറഞ്ഞ് ഞാൻ കൊടുത്തു. 400 രൂപ അല്ലേ എല്ലായിടത്തും 1 രൂപയ്ക്ക് വേണ്ടി വില പേശുന്ന കണ്ണൻ ഞാൻ നോക്കിയപ്പോൾ പൊട്ടനെ പോലെ അവിടെ നിൽപ്പുണ്ട്. ആകെ 500 രൂപ കൊണ്ട് പോയതാ ഉത്സവത്തിന്. അത് 400 രൂപ പൊട്ടിക്കിട്ടി. ഞങ്ങൾ ഇവിടുത്തെ ലൈറ്റ് അഴിക്കുക. അച്ചാച്ചോട് തൈ നടന്നില്ലെന്ന് ചോദിക്കട്ടെ. എന്തോ നീ ബോൾ പിടിക്കുന്ന ആളാരാ? ആളന്ന് നാക്ക് വെച്ചേക്കുന്നു. അൽസിമേഷുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ കുറയും. അൽസിമേഷോ ചാടി പിടിക്കുന്ന ഇപ്പൊ കിടു വരുമല്ലോ. വരുമ്പോ ഇവിടെ കരിക്കിന്റെ തുടങ്ങും. ഇപ്പൊ പ്രശ്നം തുടങ്ങും.
ഓ ഇരിപ്പുണ്ട്, വേറെ 5-6 ഉണ്ട്. വരുന്ന ഉടനെ കരയും. അവൻ എന്തോ കാരണം ഉണ്ടോ നോക്കിയിരിക്കുക കരയാൻ. ഒറ്റയോടെ കൊണ്ടുപോകത്തുള്ളൂ. എടാ പഠിച്ചു തരാടാ അത്. നമ്മുടെ കോവയ്ക്ക പറിച്ചു. ഇപ്പോൾ കുറേ കാലം കൊണ്ട് മൂട് പിടിപ്പിക്കാൻ നോക്കിയിട്ട് ഇപ്പോഴായത്. നമുക്ക് ഒരു കോവയ്ക്ക പറിച്ചിട്ടേ. ആയില്ല, വിളഞ്ഞതിപ്പോൾ പറിച്ചതേ ഉള്ളൂ. കാണിച്ചു തരാവേ. ലൂക്ക ഇന്നാ മോനെ. ലൂക്കേ മോൻ്റെ പൊന്നു തിന്നോ. നമ്മുടെ അമ്പഴങ്ങ അച്ചാറിടുന്നോ? ഓ ഇല്ല, ഇങ്ങനെ അരിയില്ലാത്ത അമ്പഴങ്ങ. അതിൻ്റെ പുറകെ പോടാ അവളുടെ പുറകെ പോവാ. നമ്മുടെ കരിക്കിടുന്ന തെങ്ങയിലെ തേങ്ങയാണ്. തന്നെ പൊഴിഞ്ഞു വീണു. എന്തായാലും എൻ്റെ തലേ വീഴേണ്ടിയായിരുന്നു. ഞാൻ മാറി കഴിഞ്ഞപ്പോൾ തേങ്ങ വീണു. ഇപ്പോഴത്തെ സുന്ദര സ്കൂളിൽ പോയി ടീച്ചർ എന്താ പറഞ്ഞു? ആ 2 വരുന്നല്ലോ. മറ്റേ സുന്ദര നിക്കറിട്ട 2 പിള്ളേർ. കിടുന്ന നിക്കറാണോ ഇവിടെ മാമൻ ഇട്ടേക്കുന്നത്? ചെരുപ്പിട്ടുണ്ടോ? ആ നടക്കട്ടെ കുറച്ച് നേരം കൂടെ. മാറ്റിയാൽ നല്ലതായിരുന്നു. പിന്നെ കയറ്റിയിടാൻ പറ്റത്തില്ലായിരിക്കും. കണ്ടടാ, നീ പറിക്കല്ലേ. ഉഷമ്മ കണ്ടില്ല. കുഴപ്പമില്ല. ആയി അത് കൂടുതലായ ഇതായി പോകുന്നു, അളിഞ്ഞു പോകുന്നു. ഇത് മതി, ഇത്ര മതി. അതും കിളി തിന്നു. നമുക്ക് 4 എണ്ണം കിട്ടി. ഇനിയും പഴുക്കാറായി നിപ്പുണ്ട്, പറിച്ചെടുക്കാം. ഇതാണ് മിൽക്ക് ഫ്രൂട്ട്. മിൽക്ക് ഫ്രൂട്ടാണിത്, മിൽക്ക് ഫ്രൂട്ട്. ക്ഷമേ, ഓറഞ്ച് വേണോ? ഇത് ചെറുതായിട്ടില്ല. നല്ല മണം. നല്ല മണം. എനിക്ക് പുളിയാ? ഓറഞ്ച് ചെറുതായി പോയി. ആയി തുടങ്ങിയുള്ള ഇത് വെച്ചിട്ട് ഒരു 2 വർഷം ആവുന്നല്ലോ വീട്ടിൽ. അബീൻ്റെ പോലെ തന്നെ അല്ലേ ഉള്ളു? ഞാൻ എൻ്റെ പുറത്തെ തൊലി അങ്ങ് പൊളിക്കും. ഞാനുണ്ട് ചെറിയ ഒട്ടലുണ്ട്. നല്ല കഴിച്ച് നോക്കാം, എന്നിട്ട് പറഞ്ഞാൽ മതി. നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറഞ്ഞാൽ മതി. ഇതാണോ? നമ്മുടെ അബിയു ഇല്ലേ, അബിയുവിൻ്റെ ഒക്കെ വേറൊരു ടേസ്റ്റ്. കറയുണ്ട്, കറയ്ക്ക് പോകാൻ വേണ്ടി. ഫുള്ള് പഴുത്ത ഇത്ര ശാലം പോലും കറ കാണത്തില്ല. കറ തിന്നണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട്. അബിയുൻ്റെ തന്നെ വേറൊരു ടേസ്റ്റ്. കായുള്ളതുകൊണ്ടായിരിക്കും ഇതിനെ മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത്. മിൽക്ക് ഫ്രൂട്ട് കായ ഉണ്ട് ഏകദേശം അബിയു പോലെ തന്നെ ഉള്ളിലെ. അതുപോലെ തന്നെ. അല്ലേ? അങ്ങനെ ഒരു കെമിക്കലും അടിക്കാത്ത ഫ്രൂട്ട്സ് ആട്ടോ ഇതൊക്കെ. പാലുണ്ടോ? ഇതായിരിക്കും മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത്. മിൽക്ക് ഫ്രൂട്ട്. അതെ, നമ്മൾ അബദ്ധം പറ്റി നട്ട സാധനം. ഇത് ഏതോ ഫ്രൂട്ടാണെന്നും പറഞ്ഞ് നട്ടതാ, ഫ്രൂട്ട്സ് ആണെന്നും പറഞ്ഞ് നട്ടതാ. പക്ഷെ കിട്ടിയപ്പോൾ ഇതായി. വേണ്ടത് ആയിട്ടുണ്ട്. സ്റ്റാർ ഫ്രൂട്ട് ആയിട്ടുണ്ട്. നല്ല കുഞ്ഞാ, മേടിച്ച് കളക്കടാ കുഞ്ഞോ. പന്നീലും ഉണ്ടോ? ഇല്ലെങ്കിൽ കാണും.
മാറ് മാറ് ഷൊന്ന മാറ്. ഇതവിടെ കാടല്ലേ? എവിടെ പോവാ അത്? അല്ല പാമ്പിന്റെ പൊത്തും ആയിരിക്കും ഇറങ്ങിയോടാ. അതെ, അത്യാവശ്യം പുഴുങ്ങാനുള്ളത് മതി. അതുകൊണ്ട് അത് ഇത് ഷാജിൻ ചേച്ചിനെ അവിടെ കഴുത മുടിയില്ലാത്തതൊന്ന്. അതൊക്കെ ഞെക്കല്ലേ? കോഴിക്കുഞ്ഞിന്റെ പേരെന്തുവാ? ഈ കോഴിക്കുഞ്ഞിന്റെ പേരെന്തുവാ? ഒരു പേരിട്ടോ? പേരിട്ടോ? എല്ലാത്തിനും ഈ പൂമ്പാറ്റ എന്നുള്ള പേര് എടുത്തുള്ളൂ നീ. അവനറിയാവുന്നതേ ഇടാൻ പറ്റുള്ളൂ. നിന്റെ പെണ്ണോ? അതെങ്ങനെ നിന്റെ മനസ്സിലായി? പെണ്ണോ? എടാ മറ്റേ പാത്രം എന്തിയടാ കിടൂ? പച്ചമുളക് പറിക്കാം. സുലമയ്ക്കോട് ഇതുവഴി പട്ടി ആടുന്ന പോലെ ചാടിയാ നീ വീഴും. കൊണ്ടിടിച്ചാ? നമ്മുടെ പുതിയ കോഴികളെ കാണിച്ചു തരാവേ കുഞ്ഞാ. നമ്മുടെ പുതിയ VV380 കോഴി. മുട്ട കിട്ടിയോ നിനക്ക്? മുട്ട വേണോ? അത് ഒഴിച്ചു കൊടുക്ക. ലൂക്ക വാ പൊളിച്ചിട്ടാ വരുന്നേ. ഇനി എന്തെടുക്കാനാ? നീ കറക്റ്റ് പറയണേ. കൈ മൂക്കൈ ഏത് കയ്യിലാ? ഏത് കയ്യിലാ? നോക്ക് ഏത് കയ്യിലാ? തെറ്റി പോടുന്നു. കൈ മൂക്കൈ. തോറ്റു, നീ തോറ്റു. ലൂക്ക ഇവിടെ മുട്ടയുണ്ടേ. ഏത് കയ്യിലാ? പിന്നെയും തെറ്റിച്ചു. മുട്ട നടാ നീ. പൊട്ടിക്കല്ലെങ്കിതാ തിന്നത്തില്ല. നീ കുറേ കൊണ്ടു കൊടുക്കും. എന്തേ ഇതാ മുട്ട ഇങ്ങനെ നമുക്കിതാ മുട്ട 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 എടാ പൊന്നുമണി കിട്ടിയത് അവൻ്റെ മുട്ട പൊട്ടിയില്ല. അതവൻ്റെ ഇതായിരുന്നു. കൊണ്ടുപോക്കോ. നല്ല നാടൻ മുട്ടയാ. തിന്നോ. തോട് തിന്നല്ലേ? അവൻ തോട് തിന്നത്തില്ല. പൊട്ടിച്ചിട്ടില്ലേ? എടാ മെറ്റില്ല. ഇതാ നല്ല ഉണക്കമുള്ളനും വയനാട്ടിൽ കൊണ്ടുവന്ന. അതെ, വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണക്കമുള്ളനും ചക്കയും കപ്പയ്ക്കരച്ച രാവിലത്തെ ചമ്മന്തി എല്ലാം കൂടെ ചേർത്ത സമയം 4 മണിയായി. നല്ല കോമ്പിനേഷൻ ആട്ടോ. ഉണക്കമീനും ചക്കയും. പള്ളിക്കറി ഉണ്ട്, പക്ഷെ എനിക്ക് വേണ്ട. എനിക്ക് ചമ്മന്തിയും ഉണക്കമീനും ഇഷ്ടപ്പെട്ടു. നീ എണ്ണ മാത്രം ഇങ്ങനെ മുക്കി മുക്കി തൂക്കാണ്ട് ഇങ്ങനെ മസാജ് ചെയ്യുക. കുഞ്ഞാ എങ്ങോട്ട് പോയി ക്ഷമേ? കുഞ്ഞാ ആണോ? ഏതായല്ലോ പേനായോ? പേനുണ്ടോ? അപ്പയുടെ തലയില്? അപ്പയുടെ തലയില് മൂക്കത്തല്ല കരി.
വെളിച്ചെണ്ണ ഒത്തിരി വേണ്ട, വെളിച്ചെണ്ണ ഒത്തിരി വേണ്ട, നീ തൂത്താ മതി കയ്യിലുള്ളത്. അങ്ങനെ ചൊറിയും എന്താ കേട്ടു? ട്രെയിൻ കയറിയോ? ഇറക്കി വിട്. താഴോട്ട് മറ്റേ ലൈറ്റ് അടിക്കുന്നു. എങ്ങനെയാ നീ ചൊറിഞ്ഞതാടാ? ഇങ്ങനെ ചെയ്താലും പറ്റും. അപ്പേ അവിടെ മുടി സ്ട്രോങ് ആയിരിക്കും. അതങ്ങോട്ട് പോവില്ല, അനങ്ങാണ്ടിരിക്കും. എന്നാ ഇത് ഇങ്ങനെ തന്നെ എടുക്കും. പുതിയ സെറ്റപ്പാ. ജടയോ? ഗുഹയോ? തലയിലോ? തലേ ഗുഹ കാണുന്നെന്ന് കേട്ടോ ക്ഷമേ? തലയിലൊരു ഗുഹ കാണുന്നെന്ന്. ഗുഹയോ? മാമൻ കാണാത്ത ഗുഹയോ? തലയിലൊരു ഗുഹ കാണുന്നുണ്ട്. സീതപ്പഴമായി നിൽക്കുന്നുണ്ടോ സീത? കൈ കഴുകിയൊക്കെ എണ്ണ തേച്ചിട്ട് ആത്തച്ചക്കയുണ്ട്, സീതപ്പഴമുണ്ട്. ഇത് ആത്തച്ചക്ക, ഇത് സീതപ്പഴം. ഇതിന് ആത്തച്ചക്കയാണോ? അപ്പൊ ഇത് അത് ഇതല്ലേ സീതപ്പഴം? അത് പഴുത്തല്ല മോനെ, ഇത് നാളെ തരാം. കൊള്ളാവോ? ഇടൂ. ഇഷ്ടപ്പെട്ടോ? നല്ല ടേസ്റ്റാ. നല്ല ടേസ്റ്റ് ഉണ്ട്. കേടില്ലാത്ത കഴിക്കാം, കേടില്ലാത്ത ഭാഗം കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം അങ്ങ് കത്തിക്കണം കുഞ്ഞാവനെ. അമ്മേ, കുഞ്ഞാവനെ നമുക്കൊന്ന് പ്ലഗിട്ട് കത്തിച്ചാലോ? നോക്കി ചുറ്റി നിൽക്കുക. കുഞ്ഞാവ കഴുത്തിൽ കൂടെ ചുറ്റി നിൽക്കുക. കത്തിച്ച് വെച്ചാലോ? ഇപ്പൊ കിടുവാണേ വരും കത്തിക്കാന്നും പറഞ്ഞ്. എൻ്റെ കെയറിങ് ഏട്ടായി ഒന്ന് വീഡിയോയിൽ എടുക്കട്ടെ. ബാ, എൻ്റെ ചായം കൂടെ കൊണ്ടുവരെ. ഞാൻ ഇതിനെ തെറി കേൾക്കുന്നേ? എൻ്റെ കാല എൻ്റെ കെട്ടിയവൻ ഇവിടെ കാശ് കൊടുത്ത് മേടിച്ച എണ്ണ. പിന്നെന്തുവാ? കാണണ്ടാത്ത ഓടിച്ചു വിടട്ട്. ചായ നിന്റെ അടിമയെന്തിയ നീ കേട്ടോ? കണ്ടു. അതിനിപ്പോ എന്തോ വേണം? അത് ഇത് എടുക്കുന്നത് കൊണ്ടാ. എനിക്കില്ലാത്ത വിഷമം അമ്മയ്ക്ക് വേണ്ട. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ പ്രശ്നം? അവരോട് പറ. അമ്മ ഈ കമന്റ് വായിക്കുന്ന പോലെ ഒരു പണിയില്ലാണ്ടിരുന്ന് കമന്റ് ഇടുന്ന ഏതോ ടീമായിട്ടെ ഞാനങ്ങ് സഹിച്ചു. എൻ്റെ ഭർത്താവ് എൻ്റെ അടിമയല്ലേ, വേറെ വല്ലവരുടെ അടിമയല്ലല്ലോ. മോന് വിഷമമുണ്ടോ അങ്ങനെ കേട്ടിട്ട്? അങ്ങനെ അർത്ഥം വെച്ചൊരു ചിരി. അങ്ങനെ അനന്തരവൻ്റെ പാർട്ട് 1 എണ്ണതേപ്പ് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കിടു പറഞ്ഞത് അപ്പയുടെ തല ഗുഹയുണ്ടെന്നാണ്. ആ ചായ എനിക്ക് മധുരം വേണ്ട. അങ്ങനെ പറയരുത്. ഞാൻ കുറച്ച് ബിസിനസ് പ്ലാൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ഈ ഭഗത്തിനെ കൂടെ കുളിപ്പിക്കുക. ആ അച്ചാച്ചിയുടെ മക്കളും വന്നു. ഈ പൊട്ട് തൊട്ട സുന്ദരാ. ആ കാടിവെള്ളത്തിൽ വെള്ളം വീഴത്തില്ല ചേച്ചി?
ഒരാവശ്യത്തിന് കുറയ്ക്കാത്തോളം ഒന്ന് പോത്തിനെ കണ്ട് കുറച്ചേക്കുന്നു. അത് ഇവിടുത്തെ പോത്ത് മോനെ. നിന്നോട് ഞാൻ പറഞ്ഞത് ഇതൊക്കെ തന്നെത്താൻ ചെയ്യേണ്ടതായി പണി. അറ്റാച്ച് ഞാൻ കുളിച്ചതാ ഇപ്പൊ ചെയ്യണ്ട. വെള്ളത്തിൽ ഇറങ്ങുന്നില്ല മോളെ. ആ ശീലമില്ല, പതുക്കെ ഇറങ്ങിക്കോളൂ. ഇപ്പൊ എന്തുവാ കരയുന്നതിന് കാരണം പറഞ്ഞിട്ട് കരാ. നിനക്ക് ഹോംവർക്ക് ചെയ്യാൻ നേരം ഉറക്കം വന്നു. അതെ, നിന്നോട് ഇപ്പൊ ഉറങ്ങിക്കോളാൻ പറഞ്ഞ്. നീ ഉറങ്ങാത്തതിന്റെ കാരണം എന്തുവാ? നീ ഉറങ്ങുമ്പോ ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് ഓർത്തിട്ടാ? നീ ഉറങ്ങുമ്പോ ഞങ്ങൾ ചിക്കൻ ചുടും നിന്നോട് ആരാ പറഞ്ഞേ? എടാ വെറുതെ കാറ്റും കൊണ്ട് പുറത്തിരുന്നാടാ, ചിക്കൻ ചുടാനൊന്നും പോകുന്നില്ല. അരി പോലത്തെ സാധനം താഴെയുണ്ട്, ചോറ് വെക്കുന്ന അരി. ഓ അരി ഒന്നുമില്ല, അവിടെ അടങ്ങിയിരുന്നു. എന്നിട്ട് കിടന്ന് ഉറങ്ങിക്കോ. 2 മിനിറ്റ് മിണ്ടായിരുന്നാലേ ഞാൻ തരുവുള്ളേ. മാമ്പ് നിന്നെ മിണ്ടിക്കാൻ പലതും പറയും. മിണ്ടിയാ ഞാൻ നിന്നെ മിണ്ടൂലേ. മാമൻ മനഃപൂർവ്വം മിണ്ടിക്കുന്നടാ. ആ നീ മിണ്ടി, നീ തോറ്റു കളിയില്.